നമസ്കാരം. ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്തും വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ വൻ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഗവർണർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. എസ്എഫ്ഐക്കാർ ബാനറുകൾ ഉയർത്തുകയും അതുകൂടാതെ ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തുകയും അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കേരളത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും പ്രതിഷേധം നടത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഗവർണർ ഇന്ന് 7:45-ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ബംഗളൂരുവിൽ വിമാനം ഇറങ്ങുകയും അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഇതിൽ ഒരു ഗവർണർ എത്തുന്ന സമയമായത് കൊണ്ട് തിരുവനന്തപുരത്ത് വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീതിയിലാണ്. മാനവീയം വീതിയിലും വെള്ളയമ്പലം ജംഗ്ഷനിലുമെല്ലാം തന്നെ രാജ്ഭവന്റെ പരിസരത്തുമെല്ലാം തന്നെ പോലീസിന്റെ വൻ സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നത്. ഗവർണർക്കെതിരെ പ്രതിഷേധം എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും സിപിഎമ്മും കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വൻ സുരക്ഷ തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. സർവകലാശാല ക്യാമ്പസിൽ ഗവർണർക്കെതിരെ നടന്ന എസ്എഫ്ഐ പ്രതിഷേധത്തിൽ ഇന്ന് സംഘർഷവും ഉണ്ടായിരുന്നു. കോഴിക്കോട് ബൊട്ടാണിക്കൽ ഗാർഡൻ വഴി ഗവർണർ കഴിഞ്ഞിരുന്ന ഗസ്റ്റ് ഹൌസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയ സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഗവർണർക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തുകയും അതുകൂടാതെ ഗവർണറുടെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയും മറ്റ് സിപിഎം നേതാക്കളും എല്ലാം തന്നെ അതുകൂടാതെ മന്ത്രിമാരും എല്ലാം തന്നെ ഗവർണർക്കെതിരെ പോര് കടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പത്രസമ്മേളനമാണ് ഇന്നും നടത്തിയിരുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള വാക്പോര് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീതിയിലാണ്. മാനവീയം വീതിയിലും പരിസരത്തുമെല്ലാം തന്നെ പോലീസിന്റെ വാഹന പരിശോധന ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്. വെള്ളയമ്പലം ജംഗ്ഷനിലും അതുകൂടാതെ തിരുവനന്തപുരത്തിന്റെ വിവിധ ജംഗ്ഷനുകളിൽ പോലീസിന്റെ ശക്തമായ പരിശോധന വാഹന പരിശോധനയും നടക്കുന്നുണ്ട്. എന്തായാലും ഗവർണർക്കെതിരെ സിപിഎം അതിശക്തമായ പോരിന് ഇറങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഗവർണർ അല്പസമയത്തിനകം രാജ്ഭവനിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം രാജ്ഭവനിലേക്ക് നേരിട്ട് വരും. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷാവസ്ഥ അല്ലെങ്കിൽ പ്രതിഷേധം എസ്എഫ്ഐ നടത്താനുള്ള സാഹചര്യം മുൻനിർത്തി പോലീസിന്റെ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തെ വിവിധ ക്യാമ്പസുകളിൽ എസ്എഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ബാനറുകൾ ഉയർത്തിയും അതുകൂടാതെ ഗവർണറുടെ കോലം കത്തിച്ചുമുള്ള പ്രതിഷേധമാണ് നടത്തിയിരുന്നത്. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് എസ്എഫ്ഐയും നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഇന്ന് വൈകുന്നേരം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും കോഴിക്കോട് നഗരത്തിൽ ഉടനീളം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. പ്രതിഷേധം കണക്കിലെടുത്ത് ഗവർണർ വരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ വൻ സുരക്ഷയാണ് തിരുവനന്തപുരം